എല്ലാവർക്കും നമസ്കാരം. 3 കൊല്ലത്തിന് ശേഷമാണ് എൻ്റെ അമ്മ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. അതായിരുന്നു എമ്പുരാൻ. ഉന്തിത്തള്ളിയാണ് ഞാൻ വിട്ടത്. പക്ഷേ പിറ്റേ ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും വായിലിരിക്കുന്ന മൊത്തം ഞാൻ കേട്ടു. അവരെ പടം കണ്ടിട്ട് ഇപ്പോൾ 1 മാസം പോലും ആയി കാണില്ല. അതിലെ നായകൻ്റെ അടുത്ത സിനിമ വന്നിരിക്കുകയാണ്. അമ്മ തന്നെയാണ് എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്ത് ഈ പടത്തിന് ബുക്ക് ചെയ്തത്. അപ്പം തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, തുടരും എന്ന സിനിമയ്ക്ക് ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിലുള്ളൊരു ഹൈപ്പ്. ഈ പടത്തിൽ കുറേ നാൾക്ക് ശേഷമാണ് മോഹൻലാൽ എന്ന പെർഫോമറിനെ നമ്മളിങ്ങനെ കാണുന്നത്. എമ്പുരാനിൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഓരോ മോഹൻലാൽ ഫാൻസും അല്ലെങ്കിൽ മോഹൻലാലിനെ ഇഷ്ടമുള്ള ആൾക്കാർ എങ്ങനെ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചോ അതുപോലെയാണ് തരുൺ മൂർത്തി ഈ പടത്തിൽ പുള്ളി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ ഫാൻസിനെ കൊണ്ടാടാനായിട്ടുള്ള ഇഷ്ടംപോലെ സംഭവങ്ങൾ ഈ പടത്തിലുണ്ട്. അതിപ്പോൾ റെഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഫറൻസിനായിട്ട് സീൻ ഉണ്ടാക്കി കുത്തിക്കയറ്റി അതിൻ്റെ സംഭവമൊന്നുമില്ല. സിമ്പിൾ റെഫറൻസാണ്. പക്ഷേ വന്നപ്പോഴൊക്കെ ഭയങ്കര റെസ്പോൺസായിരുന്നു. അതും മോഹൻലാൽ ഫാൻസിനും ഉണ്ട്, മോഹൻലാൽ ഫാൻസ് അല്ലാത്തവർക്കും ഉണ്ട്. ഇതിൽ ചിലരുടെ മീശയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതെനിക്ക് വർക്കായി. പടത്തിലെ ഓവറോൾ ഹ്യൂമർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും അങ്ങനെ പാളിപ്പോയി അല്ലെങ്കിൽ ചളിയായെന്നൊന്നും പറയാനില്ല. അത്യാവശ്യം എല്ലായിടത്തും വർക്കായിട്ടുണ്ട്. പിന്നെ ഈയിടെയായിട്ട് പല പടങ്ങളിലും, പ്രത്യേകിച്ച് മലയാളം പടങ്ങളിൽ നമ്മൾ കാണുന്നൊരു സംഭവമാണ് പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് മൊത്തം, പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ അരമണിക്കൂറോട് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയും കൂടെ എടുത്തിട്ട് കഥ ബിൽഡ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് 10-20 മിനിറ്റ് എന്തെങ്കിലും ട്വിസ്റ്റ് കാണിച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള ഓഡിയൻസ് എൻ്റെ മോനെ കിട്ടിലും പടം എന്നൊക്കെ പറയും. പക്ഷേ ഈ പടത്തിന് അങ്ങനെ ഒരു സംഭവമില്ല. പടത്തിന് ആ ബിൽഡിങ്ങിനായിട്ട് സെപ്പറേറ്റ് ടൈമൊന്നും എടുക്കുന്നില്ല. സ്റ്റാർട്ടിങ് തൊട്ട് നല്ലൊരു പേസ് അല്ലെങ്കിൽ നല്ലൊരു മൂഡിൽ ഒരു ഫ്ലോയിലാണ് പോകുന്നത്. അതെനിക്കിഷ്ടപ്പെട്ടു. മോഹൻലാൽ എന്ന പേരിൻ്റെ ഒപ്പം തന്നെ ഈ പടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് പ്രകാശ് വർമ്മ. സാറേ ജോർജേ, മലയാളത്തിന് ലക്ഷണമൊത്ത അടുത്തൊരു വില്ലനെ കിട്ടി. അദ്ദേഹം ആക്ച്വലി ഒരു ആക്ടർ മാത്രമല്ല, പല ഫേമസ് ആയിട്ടുള്ള ആഡൊക്കെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറൂടെയാണ്. അത് പിന്നെയാണ് ഞാൻ അറിയുന്നത്. എന്തായാലും ആൾ രണ്ടിലും കിടുവാണ് കേട്ടോ. ഈ പടത്തിനെ ഇത്രയും അങ്ങോട്ടൊരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഈ വില്ലൻ ക്യാരക്ടറിന് ഭയങ്കരമായിട്ടുള്ളൊരു പങ്കുണ്ട്. ഒരു 10 വർഷം മുന്നേയൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പം സിദ്ദിഖൊക്കെ ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണിത്. പക്ഷേ പ്രകാശ് വർമ്മ ചെയ്ത കാരണം അതിന് ഒരു ഫ്രഷ്നെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഈ പടം കണ്ട ഓരോരുത്തർക്കും എന്തായാലും ഇക്കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. വില്ലൻ കിടുക്കി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ബിനു പപ്പു. പുള്ളിക്കാരനെ ചില സമയത്ത് സ്ക്രീനിൽ കാണിക്കുമ്പോൾ കണ്ടവർക്ക് മനസ്സിലാവും, ആളും സൂപ്പറായിരുന്നു. മ്യൂസിക് ചെയ്തിരിക്കുന്ന ജെയ്ക്സ് ബിജോയാണ്. പാട്ടൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ പടത്തിൻ്റെ പല സീൻസിനെയും ഇത്രയും ലിഫ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച സംഭവം എന്ന് വെച്ചാൽ ജെയ്ക്സ് ബിജോയുടെ BGM ആണ്. എൻ്റെ പൊന്നോ, അതിൻ്റെയൊക്കെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. കുടുംബ പ്രേക്ഷകർ ഈ പടം കാത്തിരിക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, മോഹൻലാൽ ശോഭന കോംബോ ആണ്. എനിക്ക് നിസ്സംശയം പറയാം, കുറഞ്ഞത് ഒരു 10 വർഷം മോഹൻലാൽ ചെയ്ത സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് കെമിസ്ട്രി നായികയും നായകനും തമ്മിൽ വർക്കൗട്ടായത് ഈ പടത്തിലാണ്. ഇപ്പോൾ മോഹൻലാൽ ശോഭന കോംബോയിൽ വന്ന മുന്നത്തെ പടങ്ങളിൽ അത്രയും വർക്കായെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ പടത്തിൽ അതൊട്ടും മോശമായിട്ടില്ല. ഇത്രയൊക്കെയാണ് എനിക്ക് തോന്നിയ പോസിറ്റീവ്സ്. ഇനിയും നെഗറ്റീവ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്പോയിലറാണ്. പടം കണ്ടവർ മാത്രം കാണുക. ഇതിൽ മോഹൻലാലിൻ്റെ മോൻ്റെ ക്യാരക്ടർ ഒരാളെ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ മേരി എന്ന് പേര് കാണിക്കും. പടത്തിൻ്റെ ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്ക് ഈ പേര് കാണിച്ച കാരണം എനിക്കിതിൽ മെയിൻ ട്വിസ്റ്റുകളിലൊന്ന് മനസ്സിലായി. അപ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവൽ കുറച്ച് കുറഞ്ഞു. അപ്പോൾ അത് ഹിഡൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തതാണോ അതോ വേണമെന്ന് വെച്ച് അവിടെ പ്ലേസ് ചെയ്തതാണോ എന്നെനിക്കറിയില്ല. എന്തുകൊണ്ടോ അത് കാരണം എൻ്റെ എക്സ്പീരിയൻസ് കുറച്ചൊന്ന് ലോ ആയി. മൊത്തത്തിൽ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എവിടെ നോക്കിയാലും ഇതിന് ഫുൾ പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എമ്പുരാനേക്കാളും അല്ലെങ്കിൽ എമ്പുരാൻ ഡയറക്റ്റ് പോസിറ്റീവാണ് ഇപ്പോൾ ഈ പടത്തിന് കിട്ടുന്നത്. നിങ്ങളതൊക്കെ കണ്ടിട്ട് ദൃശ്യമൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഇതൊരിക്കലും ഒരു മോശം സിനിമയല്ല. നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങൾ അത്രയൊന്നും ഹൈപ്പ് വെച്ച് പോകാൻ പാടില്ല. ഇപ്പം ഞാൻ മുമ്പേ ചെയ്തൊരു 2-3 റിവ്യൂവിന് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഈ പടത്തിൻ്റെ കേസിലും എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. ഓക്കെ.